ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരി സുധിനയുടെ മോളുടെ നിശ്ചയമാണ് കേട്ടോ. അപ്പോൾ ഞാനും മോളും സിന്ധുജയാണ് പോകുന്നത്. പള്ളിമുക്കിൽ വെച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ സിന്ധുജയുടെ ഓട്ടോയിലാണ് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ചെറുക്കൻ കൂട്ടരൊക്കെ എത്തിയായിരുന്നു കേട്ടോ. അവർ സ്വീകരണമൊക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ ഇപ്പുറ സൈഡ് കൂടെ മേളിൽ കയറി ചെന്നു കേട്ടോ. അപ്പം മുഞ്ചത്തി കുട്ടിയായിരുന്നു. അങ്ങനെ മുഞ്ചത്തി കുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് വീഡിയോ അത്ര അടുത്ത് വെച്ച് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ മുഞ്ചത്തി കുട്ടി, സുധിനയുടെ മോള് കേട്ടോ. അപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പോയി ഇരുന്നു. അപ്പോഴാ മോളിങ്ങനെ ഓരോരുത്തർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് പിന്നെ അധികം എനിക്ക് ഫോട്ടോ അടുത്ത് നിന്ന് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴാ ചെറുക്കൻ കൂട്ടരൊക്കെ വന്നു. അപ്പം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു മക്കളുടെ കയ്യിലെല്ലാം ഫ്ലവർ, പിന്നെ ഓരോ സമ്മാനങ്ങൾ കൊണ്ടുവരുമല്ലോ. എന്താ മോൾക്കിടാൻ ഡ്രസ്സ്, പിന്നെ സ്വർണ്ണം, അങ്ങനെയൊക്കെയാണല്ലോ നിശ്ചയം. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ഓരോ സമ്മാന പൊതികളായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പുറകിലാണ് ചെറുക്കൻ വരുന്നത് കേട്ടോ. അപ്പോൾ ചെറുക്കനെ ഞാൻ കാണിച്ചു തരാം. നാളെ ഇതാണ് പയ്യൻ. മോനും നല്ല സുന്ദരനായിരുന്നു. അപ്പോൾ അടിപൊളി ഒരു നിശ്ചയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു. അങ്ങനെ ഇവിടെ ഭയങ്കര ആളായിരുന്നു. നമുക്കതുകൊണ്ട് എനിക്ക് എന്താ പറയുന്നത്, സ്റ്റേജിന് മുമ്പിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം സുദിന പറഞ്ഞ് അവിടുത്തെ വീഡിയോ കിട്ടുമ്പോൾ തരാമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഷോട്ടൊക്കെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ മോനും ചെറുക്കൻ കൂട്ടരും ഒക്കെ അങ്ങോട്ട് കയറുവാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കേക്ക് മുറി അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഇവർ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് പിന്നെ സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ. അങ്ങനെയുള്ള ചടങ്ങൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഓരോരോ സമ്മാനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പിന്നെ മോൾ ഡ്രസ്സ് മാറി വന്നപ്പോഴൊക്കെ പുതിയ ആ ഡ്രസ്സ് ഇട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് മുറിയായിരുന്നു കേട്ടോ. നല്ല ഫ്ലവറൊക്കെ വെച്ച നല്ല കേക്കൊക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഞങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ ആണ്. അതെന്തായാലും കുറച്ച് സൈഡായതുകൊണ്ട് കിട്ടി. ക്യാമറക്കാരും ഉള്ളതുകൊണ്ടേ അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ കുറച്ച് ഫ്രണ്ട് ചെയ്യുന്നല്ലേ എടുക്കത്തുള്ളൂ. കാരണം അവർക്ക് ഫുള്ള് കവർ ചെയ്തെടുക്കണ്ടേ. അത് പിന്നെ ഇപ്പോൾ എല്ലാ കല്യാണത്തിനും അങ്ങനെ തന്നെയാണല്ലോ. കല്യാണമായാലും നിശ്ചയമായാലും ക്യാമറക്കാരല്ലേ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ അവിടെ കേക്ക് മുറിയും പിന്നെ പരസ്പരം അങ്ങോട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ അത് കണ്ടു. പിന്നെ ഞാൻ എൻ്റെ മോള് മറ്റേ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് അവർ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ടു. പിന്നെ സ്വർണം ഇങ്ങനെ അണിയിച്ചു കൊടുക്കുമല്ലോ ഇവർ, നാത്തൂനും ഉമ്മായും ഒക്കെ. അതൊക്കെ ആയിരുന്നു ചടങ്ങ്. അപ്പോൾ അത് ഇതിൽ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് വീഡിയോ കിട്ടുമ്പോൾ അതിൽ ഞാൻ കാണിച്ചു തരാം, ഷോട്ടൊക്കെ ഇട്ടിട്ട്. അങ്ങനെ അടിപൊളി നല്ല അടിപൊളി മോളാണ് കേട്ടോ. അപ്പോഴിതാ ഞങ്ങൾ പിന്നെ കഴിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ബിരിയാണിയും പിന്നെ ബീഫ് കറിയും പിന്നെ ഒരു നല്ലൊരു അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഈന്തപ്പഴ അച്ചാറായിരുന്നു കേട്ടോ. ഞാനത് കൂട്ടിയാണ് ചോറ് കഴിച്ചത്. സിന്ധുജ പിന്നെ ബീഫും പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. ബീഫ് കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ നാരങ്ങ അച്ചാർ, സലാഡ്, പപ്പടം, അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ആ മോള് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നാളെ പുതിയ വീഡിയോ കാണാം. ഓക്കേ, ബൈ.